നമ്മൾ ഇന്ന് ടെലിവിഷൻ എഞ്ചിനീയറിങ്ങിലെ 8th വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. 8th വീഡിയോയിൽ നമ്മൾ പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മോഡുലേഷൻ, അതുപോലെ കമ്പാരിസൺ ഓഫ് ടി വി സ്റ്റാൻഡേർഡ്സ്. ശരിക്കും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മോഡുലേഷൻ എന്നുള്ള ടോപ്പിക്ക് ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കാണ്. പക്ഷേ ഈ ടി വി സ്റ്റാൻഡേർഡ്സിൻ്റെ കമ്പാരിസണിൽ ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മോഡുലേഷൻ റിലേറ്റ് ചെയ്തുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ രണ്ട് ടോപ്പിക്കും ഒരുമിച്ച് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് 7 വീഡിയോസിൽ കുറേ കാര്യങ്ങൾ ടെലിവിഷനിൽ ഡിസ്കസ് ചെയ്തതാണ്, നമ്മൾ ഒബ്ജക്റ്റീവ് ഒക്കെ സോൾവ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. നമുക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമേ കമ്പാരിസൺ ഓഫ് ടി വി സ്റ്റാൻഡേർഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദർ ആർ 3 സ്റ്റാൻഡേർഡ്സ്. The first one is American NTSC system, National Television System Committee, German PAL system, phase alternation by line, the French SECAM system, sequential color with memory, right? So ഈ 3 സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ 3 സിസ്റ്റത്തിൽ എന്തൊക്കെ പോയിന്റുകളുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കമ്പാരിസൺ ടേബിള് നിങ്ങൾ നോക്കുക. ഇതാണ് ടേബിള്. യെസ്, സോ ഇതിൽ കുറേ പാരാമീറ്റേഴ്സ് പറയുന്നുണ്ടല്ലേ. ഈ പാരാമീറ്റേഴ്സൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ച് കോമൺ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. സോ ഹൗ ടു ജനറേറ്റ് ദി ലൂമിനൻസ് സിഗ്നൽ. സോ ലൂമിനൻസ് സിഗ്നൽ ജനറലി എങ്ങനെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്? എന്താണ് ലൂമിനൻസ്? ലൂമിനൻസ് ഇസ് ടിപ്പിക്കലി റെപ്രസെൻറ്റഡ് ബൈ ദി ലെറ്റർ വൈ. സോ ഇറ്റ് ഇൻഡിക്കേറ്റ് ദി ബ്രൈറ്റ്നസ് ലെവൽ, റൈറ്റ്? സോ ലൂമിനൻസ് ലെവൽ അല്ലെങ്കിൽ ലൂമിനൻസ് നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൈമറി കളേഴ്സിന് ഒരു സ്പെസിഫിക് റേഷ്യോ സെറ്റ് ചെയ്യും, റൈറ്റ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. y = 0.3R + 0.59G + 0.11B. സോ എന്താണ്? അതായത് 30% റെഡും 59% ഗ്രീനും 11% ബ്ലൂവും നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ലൂമിനൻസ് സിഗ്നലായ y ജനറേറ്റ് ചെയ്യുന്നത്. So Y signal has a maximum amplitude of 1% or 100, 1.0 or 100%, right? അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ അഡിക്റ്റീവ് മിക്സിങ്ങും സബ്ട്രാക്റ്റീവ് മിക്സിങ്ങും പഠിച്ചിട്ടുണ്ട്. ഇത് അഡിക്റ്റീവ് മിക്സിങ് പോലെ അല്ലേ, റൈറ്റ്? നമുക്കിനി പറയാനുള്ളത് ഈ ലൂമിനൻസ് സിഗ്നലിൻ്റെ ജനറേഷൻ പോലെ നമുക്കൊരു കളർ ഡിഫറൻസ് വോൾട്ടേജ് പറയാനുണ്ട്. ഇത് ശരിക്ക് നമുക്ക് ഈ കമ്പാരിസണിലാണ് ഈ കളർ ഡിഫറൻസ് വോൾട്ടേജിൻ്റെ ആവശ്യം വരിക. സോ കളർ ഡിഫറൻസ് സിഗ്നൽ നമ്മൾ വൈ സിഗ്നൽ അല്ലേ, വൈ സിഗ്നലിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. സോ നമ്മൾ 2 കളർ ഡിഫറൻസ് സിഗ്നലാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് R-Y, സെക്കൻഡ് വൺ ഈസ് B-Y. സോ വാട്ട് ഈസ് R-Y? R മീൻ കളർ റെഡ്, വൈ മീൻസ് ലൂമിനൻസ്. സോ 2 രീതിയിലുള്ള കളർ ഡിഫറൻസ് വോൾട്ടേജസ് ഉള്ളത് R-Yയും B-Yയും. സോ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് G-Y? 3 പ്രൈമറി കളേഴ്സ് അല്ല ഉള്ളത്, നമ്മൾ 2 പ്രൈമറി കളേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. മൂന്നാമത്തെ പ്രൈമറി കളറാണ് ഗ്രീൻ. സോ G-Y സിഗ്നൽസ് ക്യാൻ ബി ഫോംഡ് ബൈ ബ്ലെൻഡിങ് എ സ്യൂട്ടബിൾ പ്രൊപ്പോർഷൻ ഓഫ് R-Y ആൻഡ് B-Y. അപ്പോൾ നമുക്ക് G-Y സെപ്പറേറ്റ് വോൾട്ടേജ് സിഗ്നലിന് ആവശ്യമില്ല. നമുക്ക് R-Y എന്നും B-Y എന്നും എന്ത് ജനറേറ്റ് ചെയ്യാം? G-Y ജനറേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയാത്തത്. സോ ജനറലി R-Y എന്ന് പറയുന്നത് കളർ ഡിഫറൻസ് സിഗ്നൽ വിച്ച് ഈസ് ഡിഫറെൻറ്റ് സിഗ്നലുകളാണ് അല്ലേ. നമ്മളിപ്പോൾ ലുമിനൻസ് ആദ്യം ഏത് കേസിലാണ് പറഞ്ഞത്? നമ്മൾ അഡീഷനായിട്ട് പറഞ്ഞു 3 കളേഴ്സിൻ്റെ റേഷ്യോ വെച്ചിട്ട്. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് R-Y 0.7R - 0.59G - 0.11B. 70% റെഡിൽ നിന്ന് 59% ഗ്രീൻ, അതിൽ നിന്ന് 11% ബ്ലൂ. ഇത് കുറച്ചാലാണ് നമുക്ക് R-Y സിഗ്നൽ കിട്ടുക. B-Yo 0.89B, 89% B, 59% ഗ്രീൻ, 30% റെഡ്. ഈ റേഷ്യോ ആണ് B-Y എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 വോൾട്ടേജ് എക്സ്പ്രഷനിൽ നിന്നും നമുക്ക് G-Y ഓൾറെഡി ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് സെപ്പറേറ്റ്ലി നമുക്ക് ഫോം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ചിലപ്പോൾ PSCക്ക് ചോദിക്കാം ഏതൊക്കെയാണ് നമ്മളെ കളർ ഡിഫറൻസ് സിഗ്നൽ. ജനറലി 2 കളർ ഡിഫറൻസ് സിഗ്നലാണ്, R-Yയും B-Yയും. 3 എന്നെഴുതിയ തെറ്റാണ്, 3 നമ്മൾ അഡീഷണലി ജനറേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. യെസ്, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കളർ ഡിഫറൻസ് സിഗ്നലിൻ്റെ പാറ്റേൺ. നിങ്ങൾ നോക്കുക. സോ വി ഹാവ് 3 ക്യാമറാസ്
പ്രൈമറി കളേഴ്സ് വെച്ചിട്ടുള്ള 3 ക്യാമറാസാണ്. റെഡ് ക്യാമറ, ഗ്രീൻ ക്യാമറ ആൻഡ് ബ്ലൂ ക്യാമറ, റൈറ്റ്. സോ ഇതിനൊരു സ്യൂട്ടബിൾ റേഷ്യോസ് സെറ്റ് ചെയ്യാനാണ് ഈ 3 റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത് അല്ലേ. 3ൻ്റെയും റേഷ്യോ ഡിഫറൻസ് വരും. അപ്പോൾ നമ്മൾ വൈ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. വൈ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ജനറലി ലൂമിനൻസിൻ്റെ ആംപ്ലിഫയർ ആണ്. അതിനെ നമ്മൾ ഇൻവെർട്ടറിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ഇൻവെർട്ടറിലേക്ക് പാസ് ചെയ്ത് എന്ത് കിട്ടും? -5. +5 എന്നുള്ളത് -5 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ആദ്യം ജനറേറ്റ് ചെയ്യുന്ന R-5 ആണല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മൾ വൈ ജനറേറ്റ് ചെയ്തു. വൈന്ന് ഇൻവേർട്ട് ചെയ്ത് -5 ജനറേറ്റ് ചെയ്തു. R-5 നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? റെഡിൽ നിന്നുള്ള വോൾട്ടേജ് VR ആണ്. റെഡും -5 കൂടി ആഡ് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? R-5 സിഗ്നൽ അല്ലേ. R-5 എന്നുള്ള വീഡിയോ സിഗ്നൽ നമ്മൾ പുറത്തെടുക്കും. അടുത്ത പോസിബിലിറ്റി എന്താണ്? നമുക്ക് ബ്ലൂ ക്യാമറ ഉണ്ട്. ബ്ലൂ ക്യാമറയിൽ നിന്ന് ബ്ലൂ സിഗ്നലും -5ൽ നിന്ന് നമ്മുടെ വൈ ആംപ്ലിഫയറിൻ്റെ ഇൻവേർട്ടഡ് ഫോമും കൂടി ആഡ് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? B-5. ഇതിൽ രണ്ടിൻ്റെയും സ്യൂട്ടബിൾ റേഷ്യോ വെച്ചിട്ട് എനിക്ക് എന്തും ജനറേറ്റ് ചെയ്യാം. ഗ്രീൻ കളറും ജനറേറ്റ് ചെയ്യാം, റൈറ്റ്. അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഞാനിതിപ്പോൾ പറയാനുള്ള റീസൺ ഒന്നുമല്ല, ഈ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഇപ്പോൾ PAL സിസ്റ്റമായാലും CCAM സിസ്റ്റമായാലും NTS സിസ്റ്റമായാലും ഈ ഒരു ടേം ഇതിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഈ കളർ ഡിഫറൻസ് വോൾട്ടേജ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 2 ടൈപ്പാണ്. R-5ഉം B-5ഉം എങ്ങനെ ഫോം ചെയ്യും, എങ്ങനെ റേഷ്യോ കിട്ടും, ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഒരു ബ്ലോക്കും പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് പറയാനുള്ളത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മോഡുലേഷൻ. സോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മോഡുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇതിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എങ്ങനെയാണ് രണ്ടിൻ്റെയും കണ്ടീഷൻ, എങ്ങനെയാണ് ഓരോന്നിലെയും എങ്ങനെയാണ് നമ്മൾ മോഡുലേഷൻ പെർഫോം ചെയ്യുന്നത്, അതുപോലെ ഓരോന്നിൻ്റെയും പവർ എന്താണ്, അതുപോലെ നോയ്സ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മോഡുലേഷനിൽ. സോ നിങ്ങൾ ജനറലി നോക്കുക, ഇൻ പോസിറ്റീവ് മോഡുലേഷൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ സിഗ്നൽ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ മോഡുലേറ്റിംഗ് സിഗ്നൽ. ബട്ട് ഇൻ കേസ് ഓഫ് നെഗറ്റീവ് മോഡുലേഷൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ സിഗ്നൽ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ മോഡുലേറ്റിംഗ് സിഗ്നൽ. എന്താണ് അതുകൊണ്ട് മെയിൻ ചെയ്യുന്നത്? നമുക്ക് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും, ഇപ്പോൾ നമുക്ക് ഇത് മോഡുലേറ്റിംഗ് സിഗ്നൽ, ഇത് കാരിയർ സിഗ്നൽ ആണെങ്കിൽ AM ജനറേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ AMൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ AMൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും? കുറയും. ഈ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഇത് പോസിറ്റീവ് മോഡുലേഷൻ. നെഗറ്റീവ് മോഡുലേഷൻ എന്താണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ AMൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും? കുറയും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ AMൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും? കൂടും. ഈ രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ നമുക്കതിന് ജനറലി എന്ത് പറയാം? നെഗറ്റീവ് മോഡുലേഷൻ. അപ്പോൾ ഇത് സ്പെസിഫിക് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ഫസ്റ്റ് ഫിഗർ പോസിറ്റീവ് മോഡുലേഷനും സെക്കൻഡ് ഫിഗർ നെഗറ്റീവ് മോഡുലേഷനും. നിങ്ങളിത് കമ്പയർ ചെയ്ത് നോക്ക്. ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ പാരാമീറ്റേഴ്സ് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് നിങ്ങൾ നോക്ക്. ഇതിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് പോസിറ്റീവ് മോഡുലേഷൻ്റെ ഫസ്റ്റ് പോയിൻറ്റും നെഗറ്റീവ് മോഡുലേഷൻ്റെ ഫസ്റ്റ് പോയിൻറ്റും നിങ്ങൾ കമ്പയർ ചെയ്യാം. മിനിമം ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. നിങ്ങളിതുപോലെ ഈ പോസിറ്റീവ് മോഡുലേഷനിൽ മിനിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്ന പോയിന്റിൽ നെഗറ്റീവ് മോഡുലേഷൻ എന്തായിരിക്കും? മാക്സിമം ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ഇത് രണ്ടും അതിൻ്റെ ഫിഗറാണ്, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത് ഉള്ളിൽ കൊടുത്തിരിക്കുന്ന കാരിയർ സിഗ്നലാണ്. അപ്പോൾ കാരിയർ സിഗ്നൽ പ്രത്യേകത, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ പോസിറ്റീവ് മോഡുലേഷൻ ആണെങ്കിൽ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടും, നെഗറ്റീവ് വരികയാണെങ്കിൽ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും? കുറയും. നെഗറ്റീവ് മോഡുലേഷനിലോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടും. ഈ രീതിയിലാണ് രണ്ടും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറൻസുകൾ നോക്കാം. ജനറലി നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മോഡുലേഷൻ സ്കീം ഏതാണെന്ന് ചോദിക്കാം. പോസിറ്റീവ് മോഡുലേഷൻ അല്ല, നെഗറ്റീവ് മോഡുലേഷനാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പോയിന്റിനെ നോക്കിയത് മനസ്സിലാവും. ഇൻ പോസിറ്റീവ് മോഡുലേഷൻ ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ നോയ്സ്. നോയ്സ് എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് മോഡുലേഷൻ. നെഗറ്റീവ് മോഡുലേഷന് എഫക്റ്റ് ഓഫ് നോയ്സ് ഈസ് മിനിമൈസ്ഡ്. പോസിറ്റീവ് മോഡുലേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോയ്സ് കുറവായിരിക്കും എന്തിൽ? നെഗറ്റീവ് മോഡുലേഷന്. സോ പോസിറ്റീവ് മോഡുലേഷൻ്റെ അടുത്ത പോയിന്റ്, ബ്രൈറ്റ് സ്പോട്ട് അപ്പിയർ ഓൺ ദി സ്ക്രീൻ ഡ്യൂ ടു നോയ്സ്. സോ നോയ്സ് കൂടുതലായതുകൊണ്ട് തന്നെ ബ്രൈറ്റ് സ്പോട്ട് എന്നുള്ളതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ബ്രൈറ്റ് സ്പോട്ടുകൾ ഒക്കർ ചെയ്യാം എന്തിൽ? പോസിറ്റീവ് മോഡുലേഷന്. നെഗറ്റീവ് മോഡുലേഷന് നോ ബ്രൈറ്റ് സ്പോട്ട് അപ്പിയർ ഓൺ ദി സ്ക്രീൻ ഡ്യൂ ടു നോയ്സ്. ലെസ്സർ ഇൻ നോയ്സ് കുറവായതുകൊണ്ട് തന്നെ ബ്രൈറ്റ് സ്പോട്ടുകൾ ജനറേറ്റ് ചെയ്യുന്നില്ല ഏതിൽ? നെഗറ്റീവ് മോഡുലേഷന്. സോ ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ ഈസ് ഇൻക്രീസസ് വിത്ത് മോഡുലേറ്റിംഗ് സിഗ്നൽ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടും പോസിറ്റീവ് മോഡുലേഷന്.
What about negative modulation? The instantaneous amplitude of carrier is decreases with modulating signal, right? So next point, RF noise pulse cause adverse effect on picture. സോ ഇതിൻ്റെ പിക്ചറിനൊരു എന്താണ് നമ്മുടെ മൊത്തം പിക്ചർ ഇൻഫർമേഷനിൽ RF നോയ്സ് ഒരു സ്പെഷ്യൽ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതൊരു നോയ്സ് രൂപത്തിലുള്ള എഫക്റ്റ് ആയിരിക്കും. അതുപോലെ RF നോയ്സ് പൾസ് കോസസ് ലെസ് എഫക്റ്റ് ഓൺ പിക്ചർ. നോയ്സസ് കാരണം പിക്ചറിനുണ്ടാകുന്ന എഫക്റ്റുകൾ കുറവായിരിക്കും. സോ നെക്സ്റ്റ് പോയിന്റ്, പീക്ക് ട്രാൻസ്മിഷൻ പവർ ഈസ് ലെസ് ഇൻ കേസ് ഓഫ് പോസിറ്റീവ് മോഡുലേഷൻ, പീക്ക് ട്രാൻസ്മിഷൻ പവർ ഈസ് മോർ ഇൻ കേസ് ഓഫ് നെഗറ്റീവ് മോഡുലേഷൻ. അത് നിങ്ങൾ ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും പീക്ക് പവർ വരുന്ന ഏതിനാണ്? നെഗറ്റീവിനാണ്, പോസിറ്റീവിനേക്കാളും കൂടുതൽ. അപ്പോൾ പീക്ക് പവർ കൂടുതൽ ഏതിലായിരിക്കും? നെഗറ്റീവിലായിരിക്കും. പോസിറ്റീവിൽ എന്തായിരിക്കും? പീക്ക് ട്രാൻസ്മിഷൻ പവർ ലെസ് ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് നോക്കുക, AGC ഓട്ടോമാറ്റിക് ഗെയിൻ കറക്ഷൻ സർക്യൂട്ട് ഡസ് നോട്ട് ഹാവ് എ സ്റ്റേബിൾ റെഫറൻസ്. AGC യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്റ്റേബിൾ റെഫറൻസ് ഉണ്ടായിരിക്കില്ല പോസിറ്റീവ് മോഡുലേഷന്. പക്ഷേ നെഗറ്റീവ് മോഡുലേഷന് ഇറ്റ് ഡസ് ഹാവ് എ സ്റ്റേബിൾ റെഫറൻസ്. അതിനൊരു സ്റ്റേബിൾ റെഫറൻസ് ഉണ്ടായിരിക്കും എന്തിൽ? നെഗറ്റീവ് മോഡുലേഷന്. അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ, പോസിറ്റീവ് മോഡുലേഷനും നെഗറ്റീവ് മോഡുലേഷനും. പോയിന്റുകൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് റെഫറൻസുകളാണ് ഇപ്പോൾ പഠിച്ചത്. പോസിറ്റീവ് മോഡുലേഷൻ എന്താണ്, നെഗറ്റീവ് മോഡുലേഷൻ എന്താണ്, അതുപോലെ കളർ ഡിഫറൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ടെലിവിഷൻ സ്റ്റാൻഡേർഡ്സ് പറയാം എന്തൊക്കെയാണെന്നല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സിസ്റ്റം ഏതായിരുന്നു? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സിസ്റ്റം ജനറലി PAL NTSC കളർ സിസ്റ്റം ആയിരുന്നു അല്ലേ. സോ NTSCൻ്റെ ഫുൾ ഫോം നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. സോ വാട്ട് ഈസ് NTSC സിസ്റ്റം? നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞില്ലേ. NTSC മീൻസ് നാഷണൽ ടെലിവിഷൻ സിസ്റ്റം കമ്മിറ്റി, ദാറ്റ് ഈസ് NTSC. അപ്പോൾ NTSC കളർ സിസ്റ്റം ഈസ് കോമ്പാറ്റബിൾ വിത്ത് അമേരിക്കൻ 525 ലൈൻ മോണോക്രോം സിസ്റ്റം. ഇതാണ് NTSC. നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. In NTSC system, R-5 signal is replaced by I signal. Very 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 important. റെഡ് മൈനസ് ലുമിനൻസ് എന്നുള്ള സിഗ്നലിന് പകരം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? I സിഗ്നൽ. B-5 സിഗ്നൽ റീപ്ലേസസ് Q സിഗ്നൽ. അപ്പോൾ നമ്മൾ കളർ ഡിഫറൻസ് വോൾട്ടേജുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഐയും ഒന്ന് ക്യൂവും. അതുപോലെ ഇൻ NTSC സിസ്റ്റം ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് 2 MHz is necessary for color signal transmission. The total bandwidth of 6 MHz. 6 MHz ആണ് ടോട്ടൽ ബാൻഡ് വിഡ്ത്ത്. അതിൽ 2 MHz എന്തിന് വേണ്ടി വരും? കളർ സിഗ്നൽ ട്രാൻസ്മിഷന് നെസസറി ആണ് അല്ലേ. കളർ സബ് കാരിയർ ഫ്രീക്വൻസി 3.57945 MHz ഇപ്പോൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഫീൽഡ് ഫ്രീക്വൻസി 60 Hz ആണ്. ഹൊറിസോണ്ടൽ ഫ്രീക്വൻസി 15750 Hz ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, 525 ലൈൻ സിസ്റ്റം. സോ നമുക്ക് പറയാനുള്ളത് PAL കളർ ടെലിവിഷൻ സിസ്റ്റമാണ്. സോ PAL എന്ന് പറഞ്ഞാൽ ഫേസ് ഓൾട്ടർനേഷൻ ബൈ ലൈൻ അല്ലേ. ദിസ് ആർ ഡെവലപ്ഡ് ബൈ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി. ഓക്കെ, ഇൻ ദിസ് സിസ്റ്റം ദ മോഡുലേഷൻ ഓഫ് ബോത്ത് കളർ ഡിഫറൻസ് ക്വാഡ്രേച്ചർ സിഗ്നൽസ് ആർ allowed in same bandwidth of 1.3 MHz. 1.3 MHz ആണ്. The color subcarrier frequency is chosen 4.43361875 MHz. നിങ്ങൾ നോക്കുക, അത് വെയ്റ്റഡ് സിഗ്നൽ. നമ്മൾ കളർ ഡിഫറൻസ് സിഗ്നൽ നമ്മൾ പറയാം, രണ്ട് കളർ ഡിഫറൻസ് സിഗ്നൽ ഉണ്ട്, B-5 ആൻഡ് R-5. ദീസ് ആർ മോഡുലേറ്റഡ് വിത്ത് സബ് കാരിയർ ഓഫ് QAM. വാട്ട് ഈസ് QAM? ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. അതല്ല QAM എന്ന് പറയുന്നത്. ദ വെയ്റ്റഡ് സിഗ്നൽ ദെൻ റെഫേർഡ് ആസ് U ആൻഡ് V കോമ്പണൻസ് ഓഫ് ദി പ്രോമിനൻസ് വെർ U ഈക്വൽ ടു. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം, ഇൻസ്റ്റെഡ് ഓഫ് B-5 അല്ലെങ്കിൽ B-5നെ നമ്മൾ U വെച്ച് റീപ്ലേസ് ചെയ്യും. അതുപോലെ R-5നെ നമ്മൾ V വെച്ച് റീപ്ലേസ് ചെയ്യും. നേരത്തെ എന്തായിരുന്നു? ഐയും Q ആയിരുന്നു NTSCയിൽ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് U എന്നുള്ള സിഗ്നലും V എന്നുള്ള സിഗ്നലുമാണ് യൂസ് ചെയ്യുന്നത്. വെർ U വിൽ ബിക്കം 0.493 ഇൻറ്റു B-5 ആൻഡ് V വിൽ ബിക്കം 0.877 ഇൻറ്റു R-5. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. അപ്പോൾ അതിൽ ഡിഫറൻസ് വരുന്നത് ഐക്ക് പകരം നമ്മളിപ്പോൾ ഈ സിസ്റ്റത്തിൽ പറഞ്ഞിരുന്നു അല്ലേ, രണ്ട് സ്കീമായിരുന്നു ഐയും ക്യൂവും. ഐക്കും ക്യൂക്കും പകരം യുവും വി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ദ U ആൻഡ് V കളർ ഡിഫറൻസ് സിഗ്നൽസ് ആ ഫേസ് ഡിഫറൻസ് ഓഫ് 90 ഡിഗ്രി. ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും പോയിന്റുകൾ. നിങ്ങളിപ്പോൾ ജസ്റ്റ് അത് നോട്ട് ചെയ്ത് വെക്കാം. സോ മൂന്നാമത്തെ സിസ്റ്റമാണ് CCAM സിസ്റ്റം.
ഏറ്റവും കുറവ് യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് സികാം സിസ്റ്റം. പി എ എല്ലും എൻ ടി എസും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വേസ്റ്റ് സിസ്റ്റം എന്താണ്? സികാം ആണ്. സോ സികാം സിസ്റ്റം ഈസ് സീക്വൻഷ്യൽ എ മെമ്മറി. നിങ്ങൾ ആ വേർഡ് നോക്കുക, അത് ടിപ്പിക്കലി ഫ്രഞ്ചാണ്, ഫ്രഞ്ച് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. സീക്വൻഷ്യൽ എ മെമ്മറി, മെമ്മറീൻ്റെ സ്പെല്ലിങ് നോക്കുക അല്ലേ. വാസ് ഡെവലപ്ഡ് ഇൻ ഫ്രാൻസ്. ഓൺലി വൺ ഓഫ് ദി ടു കളർ ഡിഫറൻറ്റ് സിഗ്നൽ ഈസ് ട്രാൻസ്മിറ്റഡ് അറ്റ് എ ടൈം. അപ്പോൾ 2 കളർ ഡിഫറൻറ്റ് സിഗ്നലിൽ ഒന്നാണ് അറ്റ് എ ടൈം ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ ദി സിസ്റ്റം പിക്ചർ ഫോർ എഫ് എം മോഡുലേഷൻ ആൻഡ് സൗണ്ട് ഫോർ എ എം മോഡുലേഷൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് സികാം സിസ്റ്റത്തിൽ. എല്ലാ സിസ്റ്റത്തിലും നമ്മൾ സൗണ്ടായിട്ട് എഫ് എമ്മും അതുപോലെ പിക്ചറായിട്ട് എ എമ്മും ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ സിസ്റ്റത്തിൽ നേരെ തിരിച്ചാണ്, പിക്ചറായിട്ട് നമ്മൾ എഫ് എമ്മും സൗണ്ടായിട്ട് എ എമ്മും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സികാം സിസ്റ്റത്തിൽ നമ്മൾ എഫ് എം മോഡുലേഷൻ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? എഫ് എം മോഡുലേഷൻ ഇസ് യൂസ്ഡ് ഫോർ പിക്ചർ ട്രാൻസ്മിഷൻ. ഓക്കെ. ഡ്യൂറിങ് ദ കോഴ്സ് ഡെവലപ്മെൻറ്റ് ഓഫ് സികാം system, it has passed through several stages and commonly used system is known as സികാം 3. അപ്പോൾ സികാം സിസ്റ്റത്തിൽ ജനറലി യൂസ് ചെയ്യുന്നത് സികാം 3 എന്നുള്ളൊരു സ്റ്റാൻഡേർഡാണ് വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദ വൈ സിഗ്നൽ ഈസ് ഒബ്റ്റെയിൻ ഫ്രം ദി ക്യാമറ ഔട്ട്പുട്ട് ഇൻ ദി സെയിം വേ ഓഫ് എൻ ടി എസ് സി ആൻഡ് പി എൽ സിസ്റ്റം. എൻ ടി എസും പി എല്ലും പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ലൂമിനൻസി ജനറേറ്റ് ചെയ്യുന്നത്. ഹൗവെവർ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ആർ യൂസ്ഡ് ആൻഡ് ദ വെയ്റ്റിംഗ് കളേഴ്സ് ഡിഫറൻസ് ആർ ടേംഡ് ആസ് DR ആൻഡ് DB. ഒന്നിൽ ഐയും ക്യൂ ആയിരുന്നു, ഒന്നിൽ യുവും വിയും ആയിരുന്നു. സികാം സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? DR ആൻഡ് DB, റൈറ്റ്? വെർ DR ഈസ് നത്തിങ് ബട്ട് 1.9 into R-5, DB ഈസ് നത്തിങ് ബട്ട് 1.5 into V-5. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് നിങ്ങൾ നോക്കുക 3 സിസ്റ്റത്തിൻ്റെ. ഓക്കെ. ഇനി നമുക്ക് പറയാനുള്ളത് കമ്പാരിസൺ ആണ്. കമ്പാരിസൺ ഓഫ് PAL, NTSC ആൻഡ് സികാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കമ്പാരിസൺസ് ആയിരിക്കാം ചോദിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു പാരാമീറ്ററിൻ്റെ കമ്പാരിസൺ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കുറേ കമ്പാരിസൺ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പെർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് ഓർ അഡോപ്റ്റഡ് ഇൻ. PAL US-ലാണ്, NTSC യൂറോപ്പിലാണ്, സികാം സിസ്റ്റം ഫ്രാൻസിലാണ് ഡെവലപ്പ് ചെയ്തത്. യൂസ് ചെയ്യുന്ന കൺട്രീസാണ് വെസ്റ്റേൺ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ ആൻഡ് മോസ്റ്റ് ഏഷ്യൻ കൺട്രീസ്. ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് PAL സിസ്റ്റമാണ്. NTSC സിസ്റ്റം യൂസ് ചെയ്യുന്നത് നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക ഇൻക്ലൂഡിങ് US, കാനഡ, മെക്സിക്കോ ആൻഡ് ജപ്പാൻ. ഇതിന് പുറമെയാണ്. സികാം സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഫ്രാൻസിലാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ നോക്കുക ലൈൻ പെർ ഫ്രെയിം. വാട്ട് ഈസ് മീൻ ബൈ ലൈൻ പെർ ഫ്രെയിം? ഒരു ഫ്രെയിമിൽ എത്ര ലൈൻസ് ഉണ്ട്? നമ്മൾ PAL ഒക്കെ പഠിച്ചപ്പോൾ 625 ലൈൻ സിസ്റ്റമാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ PAL-ഉം സികാമും ഒരേപോലെയാണ്. ഒരു ഫ്രെയിമിൽ 625 ലൈൻസ് ഉണ്ട്. പക്ഷേ NTSC സിസ്റ്റം എത്രയാണ്? ഇറ്റ് വിൽ ബി 525. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിൻ്റ്. 525 എന്നുള്ളത് NTSC-യിലും 625 എന്നുള്ളത് ഒരേപോലെ PAL സിസ്റ്റത്തിലും സികാം സിസ്റ്റത്തിലുമാണ് യൂസ് ചെയ്യുന്നത്. ഫ്രെയിംസ് പെർ സെക്കൻഡ്. സോ വാട്ട് ഈസ് ഫ്രെയിംസ് പെർ സെക്കൻഡ്? നമുക്കറിയാം PAL-ലും സികാമിലും നമ്മൾ യൂസ് ചെയ്യുന്നത് 25 ആണ്. NTSC-യിൽ എത്രയാണ്? 30 ആണ്. സോ വാട്ട് ഈസ് ഫ്രെയിംസ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഫ്രെയിംസ്. നമ്മൾ എന്താണ് കുറേ ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. ഫ്രെയിംസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 25 ഫ്രെയിംസ് ആണ് നമ്മൾ PAL-ൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 625 into 25 15625 ആയിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനിയാണ് ഫീൽഡ് ഫ്രീക്വൻസി. ഫീൽഡ് ഫ്രീക്വൻസി PAL-ൽ 50 ആണ്, സികാമിലും 50 ആണ്, NTSC-യിൽ എത്രയാണ്? 60. ഓക്കെ. അപ്പോൾ നമ്മൾ ഇൻ്റർലേസർ സ്കാനിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ 50 എന്നുള്ള ഫ്രീക്വൻസി ഒക്കെ പറയുന്നത് അല്ലേ. നമുക്ക് നോക്കാം. അടുത്തതാണ് ലൈൻ ഫ്രീക്വൻസി. ലൈൻ ഫ്രീക്വൻസി എങ്ങനെയാണ് പിടിക്കും? ലൈൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ജനറലി 625 into 25 ആണ്. 625 ലൈൻസും 25 ഫ്രെയിംസും. 15625 ആണ് PAL-ലും സികാമിലും യൂസ് ചെയ്യുന്നത്. NTSC-യിൽ 15750. ഡിഫറൻസുകൾ നോക്കണേ. അടുത്താണ് ചാനൽ ബാൻഡ് വിഡ്ത്ത്. ചാനൽ ബാൻഡ് വിഡ്ത്ത് 3ലും ഡിഫറൻ്റ് ആണ്. 7 MHz ആണ് PAL-ൽ, NTSC-യിൽ 6 MHz, സികാമിൽ 8 MHz. അടുത്താണ് വീഡിയോ മോഡുലേഷൻ. വീഡിയോ മോഡുലേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ്. നമ്മളിപ്പോൾ പറഞ്ഞു വീഡിയോ മോഡുലേഷൻ നമ്മൾ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന വീഡിയോ മോഡുലേഷൻ ഏതാണ്? നെഗറ്റീവ് മോഡുലേഷനാണ്. അപ്പോൾ PAL-ലും NTSC-യിലും നമ്മൾ
നെഗറ്റീവ് മോഡുലേഷനാണ് യൂസ് ചെയ്യുന്നത്. സി ക്യാമിൽ പോസിറ്റീവ് മോഡുലേഷൻ. എന്താണ് നെഗറ്റീവ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മോഡുലേറ്റിംഗ് ആംപ്ലിറ്റ്യൂഡ് കൂടുന്ന മോഡുലേറ്റിംഗ് സിഗ്നലിന് നമ്മുടെ മോഡുലേറ്റിംഗ് ഇൻപുട്ടിനനുസരിച്ച് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കുറയും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് കൂടും. ഇതല്ല നെഗറ്റീവ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഈ നെഗറ്റീവ് മോഡുലേഷനാണ് നമ്മൾ ഒരേപോലെ PAL-ലും NTSC-ലും യൂസ് ചെയ്യുന്നത്. പിക്ചർ മോഡുലേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പിക്ചർ മോഡുലേഷന് വേണ്ടിയിട്ട് നമ്മൾ AM ആണ് ജനറലി യൂസ് ചെയ്യുക. NTSC-ലും PAL-ലും. സി ക്യാമിൽ മാത്രം FM ആണ്. നമ്മളിപ്പോൾ സി ക്യാം പഠിച്ചപ്പോൾ തന്നെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിരുന്നു പിക്ചർ ട്രാൻസ്മിഷനാണ് FM യൂസ് ചെയ്യുന്നത്. ഇതുപോലെ സൗണ്ട് സിഗ്നൽ മോഡുലേഷന് വേണ്ടിയിട്ട് PAL-ലും NTSC-ലും FM യൂസ് ചെയ്യും. സി ക്യാമിൽ മാത്രം എന്ത് യൂസ് ചെയ്യും? AM യൂസ് ചെയ്യും. അപ്പോൾ ഇത് നേരെ തിരിച്ചിട്ടാണ് രണ്ടും അല്ലേ. കളർ സബ് കാരിയർ ഫ്രീക്വൻസി നമ്മൾ പഠിച്ചിട്ടുള്ള പോയിൻ്റാണ്. PAL ആണെങ്കിൽ 4.43 MHz, NTSC ആണെങ്കിൽ 3.58 MHz, സി ക്യാം ആണെങ്കിൽ either it is 4.25 or 4.4 MHz. കളർ ട്രാൻസ്മിഷൻ നമ്മൾ ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞു. ഇൻസ്റ്റെഡ് ഓഫ് BY/RY അല്ലേ, അതിന് പകരം നമ്മൾ U and V ആണ് PAL-ൽ യൂസ് ചെയ്യുന്നത്. NTSC ആണെങ്കിൽ എന്താണ്? I and Q ആണ്. സി ക്യാം ആണെങ്കിൽ DB and DR ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യം ഹൗ ടു ജനറേറ്റ് കളർ ഡിഫറൻസ് വോൾട്ടേജ്, വാട്ട് ഈസ് ദ നീഡ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മോഡുലേഷൻ, ആൻഡ് വാട്ട് ആർ ദി വേരിയസ് ടെലിവിഷൻ സ്റ്റാൻഡേർഡ്സ്, കമ്പയർ ദ 3 സ്റ്റാൻഡേർഡ്സ് ഓഫ് PAL, NTSC ആൻഡ് സി ക്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് കുറേ ഒബ്ജക്റ്റീവ് ചോദിക്കുന്ന ഒരു പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവരും കറക്റ്റായിട്ട് എഴുതുക, കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ.